സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ഒരു ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആ മെയിൻ ഫുൾ പ്രോസസ്സാണ്. ഇതുവരെ നമ്മൾ പല പല സെക്ഷൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. അതായത് ആദ്യം നമ്മൾ പഠിച്ചത് എങ്ങനെ ഒരു അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാം. അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ ബട്ടർവർത്തിൻ്റെ പഠിച്ചത്. എന്നിട്ട് ഗിവൺ കണ്ടീഷനിൽ നിന്ന് നമ്മൾ HOF കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ HOF കണ്ടുപിടിച്ചിട്ട് പിന്നെ രണ്ട് മാപ്പിംഗ് ടെക്നിക്കാണ് പഠിച്ചത്. ഒന്ന് ഇമ്പൾസ് ഇൻവേരിയൻറ്റും ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും. അപ്പോൾ HOF കൊടുത്തിട്ട് HOF കാണാനുള്ള ഇമ്പൾസ് ഇൻവേരിയൻറ്റും ബൈലീനിയറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. HOF ആണെങ്കിൽ നമുക്കറിയാം ഇമ്പൾസ് ഇൻവേരിയൻ്റ് ആണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്തിട്ട് ആ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പിന്നെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാപ്പിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2/t × 1 - z ഇൻവേഴ്സ് ഡിവൈഡ് ബൈ 1 + z ഇൻവേഴ്സ്. ആ ഇക്വേഷൻ വെച്ചൊരു പ്രോബ്ലം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നാണ് നമ്മൾ ഫുൾ പോർഷൻ, അതായത് മൊത്തം ഒരു IAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, ദാറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഉള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും ചോദിക്കാം, ഇമ്പൾസ് ഇൻവേരിയൻറ്റും ചോദിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഫിൽറ്റർ, അതായത് ഒരു IAR ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. ആ അനലോഗിൽ നിന്ന് ഡിജിറ്റൽ ഫിൽറ്ററാക്കി മാറ്റണം. അത്രയും സ്റ്റെപ്പുകൾ ചേരുമ്പോഴാണ് ഒരു IARൻ്റെ ഡിജിറ്റൽ ഫിൽറ്റർ ആവുന്നത്. അപ്പോൾ അതെങ്ങനെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് വെച്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാനീ പറയാൻ പോകുന്നത്. സോ ദ സ്റ്റെപ്സ് ടു ഡിസൈൻ ഡിജിറ്റൽ ഫിൽറ്റർ യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റനിൽ കൊടുത്തേക്കുന്ന സ്പെസിഫിക്കേഷനിൽ നിന്ന് നമ്മൾ പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസീസ് കാണണം. അത് കാണാനുള്ള ഫോം എന്ന് പറഞ്ഞാൽ ഓം = 2/t tan ω/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/t tan ω/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമേഗയുടെ അതായത് ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്താ, ഒന്നെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ്, അതായത് റേഡിയൻസ് പെർ സെക്കൻഡ് അല്ല, റേഡിയൻസ് പെർ സാമ്പിൾ ആണ് നമ്മുടെ ഡിജിറ്റൽ ഫ്രീക്വൻസി. അപ്പോൾ റേഡിയൻസിലായിരിക്കും എന്ത് കൊടുത്തേക്കുന്നത്, ഈ പറയുന്ന ഫ്രീക്വൻസീസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ അനലോഗ് ഫ്രീക്വൻസീസ് കാണണം. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് റേഡിയൻസ് പെർ സെക്കൻഡിലുള്ള ഫ്രീക്വൻസി ആദ്യം കാണണം. അതാണ് പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസി കാണുക എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് 2/t × tan ω/2. ഗിവൺ കണ്ടീഷനിൽ നിന്ന് നമ്മൾ ആദ്യം അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. എന്നിട്ട് അനലോഗ് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബട്ടർവർത്ത് ഫിൽറ്റർ വെച്ച് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് യൂസിങ് ദ അനലോഗ് ഫ്രീക്വൻസി ഫൈൻഡ് HOF ഓഫ് അനലോഗ് ഫിൽറ്റർ. അപ്പോൾ അനലോഗ് ഫിൽറ്ററിൻ്റെ HOF കണ്ടുപിടിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഒമേഗയിൽ നിന്ന് നമ്മൾ ഓം കണ്ടുപിടിക്കണം. പിന്നെ ഈ കിട്ടുന്ന ഇതിൽ നമ്മൾ ആദ്യം പഠിച്ച HOF കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ HOF ആണ്. ഇനി HOF കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ടാവും എത്ര സാമ്പിളിംഗ് റേറ്റ് എന്ന്. ആ T എത്രയാണെന്ന് നമ്മൾ അതിനകത്തുനിന്ന് എടുക്കുക. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ യൂസ് ചെയ്തേക്കുന്ന ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ HOF കിട്ടിയല്ലോ. HOF നിന്ന് HOF ആണെങ്കിൽ എന്ത് മാത്രം ചെയ്താൽ മതി, ബൈലീനിയറിൽ എസ്സിന് പകരം 2/t × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് ചെയ്യാം. ഇത്രയാണ് ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ചെയ്യാനുള്ള സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തേക്കുന്ന ഡിജിറ്റൽ സ്പെസിഫിക്കേഷനിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസി, അതായത് ഓം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ബട്ടർവർത്ത് ഫിൽറ്ററിലെ ഡിസൈൻ വെച്ച് ആദ്യം അതിൻ്റെ HOF, അതായത് ഓർഡർ കണ്ടുപിടിച്ച് ഓർഡറിൽ നിന്ന് നമ്മൾ HOF കണ്ടുപിടിക്കുക. എന്നിട്ട് HOF നിന്ന് നമ്മൾ എന്താണ് T കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് HOF ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം, S = 2/t × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് കാണുക. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് HOF കിട്ടും. ഈ പ്രോസസ്സ് വെച്ച് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാമെന്നുള്ളതാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ എ ഡിജിറ്റൽ ബട്ടർവർത്ത് ഫിൽറ്റർ സാറ്റിസ്ഫൈങ് ദ കൺസ്ട്രെയിൻ. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇത് e⁻j⍵ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഡൊമെയിനിലാണ്, ഡിജിറ്റൽ ഡൊമെയിനിലുള്ള ഫിൽറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഒരു ബട്ടർവർത്ത് ഫിൽറ്റർ ചെയ്യാനാണ് ചോദിച്ചേക്കണത് യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ദാറ്റ് ഈസ് എന്താണ്, എന്ത് വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്, യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണം, നോക്കിക്കേ, ഈ ഡിജിറ്റൽ ഫ്രീക്വൻസി സ്പെസിഫിക്കേഷനിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കണം, അനലോഗ് ഫ്രീക്വൻസീസ് ആദ്യം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 0.707 <= modulus of h of e⁻j⍵ <= 1 for 0 < ω < π/2
പിന്നെ മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.24 3/4 ലെസ് ദാൻ ഒമേഗ ലെസ് ദാൻ പൈ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഇത് നമുക്കൊരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടി കൊടുത്തിട്ടുണ്ട്, ടി ഈക്വൽ ടു 1 സെക്കൻഡ്. അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് ആദ്യം പറയാത്താണ്. നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 4 സ്റ്റെപ്പുകൾ പഠിച്ചു. ആ 4 സ്റ്റെപ്പുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ കൊടുത്തേക്കണതിനനുസരിച്ച് നമുക്ക് പടം വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കൊടുത്തേക്കണത് എന്താണ്? നമ്മുടെ ഡൊമെയിൻ ഏതാണ്? ഡിജിറ്റൽ ഫ്രീക്വൻസി ഡൊമെയിനാണ്. അപ്പോൾ ഇവിടെ ഒമേഗ വരും, ഇവിടെ വരുന്നത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇതെന്ന് പറയുന്നത് ഏത് ഫിൽറ്ററാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? നമുക്കിവിടെ ഇട്ട് കൊടുക്കാം 0, പിന്നെ ഇവിടെ π/2 വരും, പിന്നെ ഇവിടെ ഒരു 3π/4 വരും, പിന്നെ ഇവിടെ ഒരു പൈ വരും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും കാണിച്ചാൽ മതി, അതാണല്ലോ കൊടുത്തേക്കണത്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണത് അതായത് ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് 1 ഉണ്ട്, മോഡുലസ് വാല്യൂ അല്ലേ. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 0.707, അടുത്ത വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തേക്കണത് 0.2. ഓക്കെ, ഇത്രയും നമുക്ക് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞേക്കണത് 1നും 0.7നും ഇടയ്ക്കുള്ള റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടം വരെ. ഓക്കെ, അപ്പോൾ ഇവിടം വരെ ഇതിങ്ങനെ നിൽക്കും. ഓക്കെ, ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇങ്ങനെ. ഇനി അത് കഴിഞ്ഞിട്ടോ ഇവിടെ ഈ 3/4 ആകുമ്പോൾ ഉള്ള വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞേക്കണത്? 0.2. അപ്പോൾ നമ്മുടെ ഇതെങ്ങനെ മാറും? ഇതുണ്ടോ, ഇങ്ങനെ പോയിട്ട് പിന്നെ അതിൽ ലെസ്സർ ആവും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് 5 വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് പടം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരും, പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളുടെ ഇവിടെ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാർക്ക് ചെയ്തു. ഇനി ഇതിന് ഓരോന്നിനും ഓരോരോ വാല്യൂസ് ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെയാണ്. ഇതെന്ന് പറയുന്നത് 1/√(1 + λ²) ഇതെന്ന് പറയുന്നത് 1/√(1 + θ²). ഇത് അനലോഗ് ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും ഈ വാല്യൂവിന് വ്യത്യാസം വരില്ല. ഇതൊരു പാരാമീറ്ററാണ്. നമുക്ക് വ്യത്യാസം വരുന്നത് ഏതാ? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് റേഡിയൻസ് പെർ സാമ്പിൾ. അത് ഓർത്തിരിക്കണം. നമുക്ക് കാണേണ്ട എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താണ് നമുക്ക് കാണേണ്ടത്? സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്താ നമുക്ക് കാണേണ്ടത്? ആദ്യം കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 ഫൈൻഡ് ഓം അല്ലേ. അതെങ്ങനെയാണ് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2/t tan Ohm/2. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണണം. അപ്പോൾ ഇതിനെ കാണണമെങ്കിൽ 2 ഫ്രീക്വൻസീസ് വേണം. അതായത് നമ്മളിനി അനലോഗ് ഫ്രീക്വൻസീസ് ഡിസൈൻ ചെയ്യുക, അതായത് HF ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ HF കാണണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഓർഡറൊക്കെ വേണം. അപ്പോൾ ഓർഡറൊക്കെ കാണണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും? OMP കാണേണ്ടി വരും, OMS കാണേണ്ടി വരും അല്ലേ. പിന്നെ അതെല്ലാം വേണം. പിന്നെ നമ്മുടെ ഓർഡറിൻ്റെ ഇക്വേഷനകത്ത് നമുക്കതെല്ലാം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ആദ്യം ഈ വാല്യൂസ് വെച്ച് കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിവൺ കണ്ടീഷൻ ആദ്യം നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 1/√(1 + ε² ഇസ് ഈക്വൽ ടു എന്തെന്നാ? 0.707. അത് ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെയോ 1/√(1 + λ² ഇസ് ഈക്വൽ ടു എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്? 0.2. ഓക്കെ, ഇനി നമുക്ക് വേറെ കൊടുത്തേക്കണേന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്നതാണ് എന്ത്? ദിസ് ഇസ് ω_p. ഇതെന്ന് പറയുന്നത് ω/s ആണല്ലോ. കാരണം ഇത് പാസ് ബാൻഡ് ഫ്രീക്വൻസിയും ഇത് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. അത് ഓമിന് പകരം ഇത് എന്തായെന്നേ ഉള്ളൂ? ഒമേഗ. കാരണം ഇവിടെ കൊടുത്തേണ്ട നൊട്ടേഷൻ ഏതാണ്? ഒമേഗ. അപ്പം നമുക്ക് എഴുതാം ω_p ഇസ് ഈക്വൽ ടു π/2. അതുപോലെ തന്നെ ω/s എന്ന് പറയുന്നത് എന്താണ്? 3π/4. മനസ്സിലായോ? അതായത് ഈ 3dB വരുന്ന ആ പോയിൻ്റാണ് ω_p, ഈ വരുന്ന പോയിൻ്റാണ് ω/s. ഓക്കെ, അപ്പോൾ ω_pയും കിട്ടി, ω/sഉം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അനലോഗ് ഫ്രീക്വൻസീസ് ആണ് കാണേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ അനലോഗ് ഫ്രീക്വൻസീസ്. അനലോഗ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാണേണ്ടി വരും? നമുക്ക് OMPയും കാണണം, OMSഉം കാണണം. അപ്പോൾ ആദ്യം നമുക്ക് OMS കാണാം. OMS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് tan 2/t × tan of ω/s/2. ഇവിടെ ഒമേഗയ്ക്ക് ഒരു OMS ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ω/s. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/t. ടിയുടെ അവിടെ വാല്യൂ എത്രയെന്ന് കൊടുത്തേക്കണേ? 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് 2 മതിയല്ലോ. 2/1 എന്ന് വരും. ബിക്കോസ് t is given as 1 ഇൻറ്റു tan of ω എന്ന് പറയുന്നത് എത്രയാണ്? 3π/2 അല്ലേ. അപ്പം 3π/4 അല്ലേ. അപ്പോൾ 3π/4 × 2 ഇങ്ങനെ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × tan 3π/8 എന്ന് വരും. ഓക്കെ,
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, അതങ്ങനെ തന്നെ നിൽക്കുക. നമുക്ക് ആൻസർ വേണേൽ കണ്ടുവയ്ക്കാം, കുഴപ്പമില്ല. ഞാനത് എന്തുകൊണ്ടാണെന്ന് പറയാം. അടുത്തത് ഓം പി. ഓം പി എന്ന് പറയുന്നത് എന്താവും, 2/t tan ωp/2 ആണല്ലോ. അപ്പോൾ ഇവിടെ വരും 2/1 ഇൻറ്റു tan ഓഫ് ωp എന്ന് പറയുന്നത് എന്താണ്, π/2 ഇൻറ്റു 2 അല്ലേ. സോ ദാറ്റ് ഈസ് എന്ത് വരും, 2/t tan π/4 ഇത്രയും വരുമല്ലോ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് വരെ വന്നു, 2/1 ഇൻറ്റു tan π/4 എത്ര വന്നു, 2/2 tan π/4. ഇപ്പം നമ്മൾ ഓം എസും ഓം പിയുടെയും ഇക്വേഷൻ കിട്ടി. അതായത് ഓം എസ് എന്ന് പറയുന്നത് 2 tan 3π/8, ഓം പി എന്ന് പറയുന്നത് എത്ര കിട്ടി, 2 tan π/4. ഓക്കെ, ഇനി ഞാൻ ഓം എസ് ബൈ ഓം പി എടുക്കുകയാണ്. അതെന്തിനാണെന്ന് ഞാൻ പറയാമേ. ഓം എസ് ബൈ ഓം പി, ഓം ബൈ എസ് എന്ന് പറഞ്ഞാൽ 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോൾ. അപ്പം നമുക്ക് എന്തൊരു tan 3π/4 ഡിവൈഡഡ് ബൈ tan π/4. ഇതെല്ലാം ചെയ്യുമ്പോൾ ഓർത്തിരിക്കണം, കാൽക്കുലേറ്ററിൽ ഏതിലിട്ട് വേണം ചെയ്യാൻ, റേഡിയൻ മോഡിലിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും 2.414. ഇത് കാൽക്കുലേറ്ററിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ അനലോഗ് ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കാണേണ്ടത്, ഫൈൻഡ് എച്ച് ഓഫ് എസ് അല്ലേ. നമുക്ക് കാണേണ്ടത് എന്താണ്, എച്ച് ഓഫ് എസ്. എച്ച് ഓഫ് എസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണാം, ആദ്യമേ ഓർഡർ കാണല്ലോ. ഓർഡർ ഓഫ് ഫിൽറ്റർ കാണണ്ടേ, നമ്മൾ പഠിച്ചതല്ലേ ഓർഡർ ഓഫ് ദി ഫിൽറ്റർ. ഓർഡർ ഓഫ് ഫിൽറ്റർ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. അപ്പം നമുക്കിവിടെ ലാംഡായും എപ്സിലോണും ആണ് നമുക്ക് കിട്ടിയേക്കണത്. എന്താണ്, ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഡായും എപ്സിലോണും നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതായത് നേരത്തെ കേസിൽ നമുക്ക് ക്വസ്റ്റിനിൽ കൊടുത്തേക്കണത് എന്തായിരുന്നു, 1/√1 + ε² = 0.707. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം എപ്സിലോൺ കണ്ടുപിടിക്കാം. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്സിലോൺ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കുമേ. അതുപോലെ 1/√1 + λ² = ക്വസ്റ്റിനിൽ കൊടുത്തേക്കണത് 0.2 ആണ്. അപ്പോൾ നമുക്ക് ലാംഡ കിട്ടുന്ന വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് 4.898 ആണ്. അപ്പോൾ 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു, ഒന്ന് എപ്സിലോണും അടുത്തത് ലാംഡായും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഓർഡറിൻ്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഒന്ന് ലോഗ് വെച്ചു, ലോഗ് അതായത് 10⁻⁴ α/s വെച്ചുള്ളതും പഠിച്ചു. പിന്നെ ലാംഡ ബൈ എപ്സിലോൺ വെച്ചുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. കാരണം ലാംഡ എപ്സിലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷനാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, n log ഓഫ് ലാംഡ ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ log ഓഫ് ഓം എസ് ബൈ ഓം പി. ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ ഞാൻ തന്നിട്ടുണ്ട്, അത് നേരത്തെ നോട്ടിൽ നോക്കിയാൽ മതി. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ കാരണം ഇവിടെ ലാംഡായും എപ്സിലോണും ആണ് കൊടുത്തേക്കണേ. α/s α/p ആണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കണേ. നമ്മൾ വേറൊരു ഓർഡറിൻ്റെ ഇക്വേഷനാണ് ചെയ്യുന്നത്. ഇവിടെ ലാംഡായും എപ്സിലോണും കൊടുത്തുകൊണ്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഓം എസ് ബൈ ഓം പി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ ഓം എസ് ബൈ ഓം പി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് n > log ഓഫ് ലാംഡയുടെ വാല്യൂ എത്രയാണ്, 0.2 ഡിവൈഡഡ് ബൈ നോട്ട് 0.2 സോറി, ഇറ്റ് ഈസ് 4.898 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ log ഓഫ് ഓം എസ് ബൈ ഓം പി ഓൾറെഡി കണ്ടുപിടിച്ചത് എത്രയാണ്, 2.414. ഇത് എന്നിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് 1.803 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇൻറ്റിജറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് എത്ര എഴുതാം, 2 എന്ന് എഴുതാമല്ലോ. ഇനി n = 2 ആണെങ്കിൽ നമ്മൾ പഠിച്ച ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്, എച്ച് ഓഫ് എസ് അല്ലേ. എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ച എച്ച് ഓഫ് എസ് = 1/s² + sn² + √2sn+1. ഓർമ്മയുണ്ടോ, ഒരു ടേബിളൊക്കെ കൊടുത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ n = 2ന് നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് എസ് = 1/√sn² + √2sn+1. ഇനി നമുക്ക് എന്താണ്, നമ്മൾ അതിൽ പഠിച്ച അതേ സ്റ്റെപ്പുകളെല്ലാം ഇവിടെയും ചെയ്യണം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് കാണേണ്ട എന്താണ്, കട്ട് ഓഫ് ഫ്രീക്വൻസി കാണണം അല്ലേ. കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എന്താ, അത് നോർമലൈസ്ഡ് ആണ്. അതിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പഠിച്ചത് എന്തായിരുന്നു, ഓർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബട്ടർവർത്തിൽ പിന്നെ കണ്ടുപിടിച്ചത് എന്താ, ഫൈൻ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇതെല്ലാം നേരത്തെ പ്രോബ്ലംസ് നോക്കി ചെയ്തവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഫൈൻ കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഓം സി. ഓം സി എന്ന് പറഞ്ഞാൽ എന്താ, ഓം സി = ഓം പി ഡിവൈഡഡ് ബൈ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പഠിച്ചത് ഏതായിരുന്നു, ഓർമ്മയുണ്ടോ,
നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓം സി ഈക്വൽ ടു ഓം പി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 10, അതായത് ഓം പി ഡിവൈഡ് ബൈ 10⁻⁴ ആൽഫ പി -1 ദ ഹോൾ റേസ് ടു 1/2n. ഇത് നിങ്ങൾ നേരത്തെ നോട്ടിൽ നോക്കുക. അതിൽ ഈ റൂട്ട് ഓഫ്, അതായത് ബേസിക്കലി എപ്സിലോണിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10⁻⁴ ആൽഫ പി -1 ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആൽഫ പി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കെല്ലാം എപ്സിലോണിൻ്റെ രൂപത്തിൽ വേണം ക്വസ്റ്റിൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ എപ്സിലോണിൻ്റെ രൂപത്തിൽ ചെയ്യുമ്പോൾ എന്തൊരു റൂട്ട് ഓഫ് 10⁻⁴ ആൽഫ പി -1 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓം സിയുടെ ഇക്വേഷൻ എന്തായി മാറി? ഓം സി ഈക്വൽ ടു ഓം പി ബൈ എപ്സിലോൺ റേസ് ടു 1/n. ഓക്കെ, ഇത് ഓർത്തിരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായി? ദാറ്റ് ഈസ് ഓം സി ഈക്വൽ ടു ഓം പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ റേസ് ടു 1/n. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എപ്സിലോണിൻ്റെ വാല്യൂ എത്രയായിരുന്നു? എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ എത്രയായിരുന്നു കണ്ടുപിടിച്ചത്? ഓർമ്മയുണ്ടോ? എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ദാറ്റ് ഈസ് 1. ഓക്കെ, എപ്സിലോണിൻ്റെ വാല്യൂ 1 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? ഓം സി ഈക്വൽ ടു ഓം പി എന്ന് കിട്ടി. ഇനി ഓം പി എന്ന് പറയുന്നത് എന്താണ്? ഓം പി എന്ന് പറയുമ്പം 2/t tan ω/p/2 ആണല്ലോ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. അതായത് T1 ആണ്. 2 × tan ω/p എന്ന് പറയുന്നത് കൊടുത്തത് എത്രയായിരുന്നു? π/2 × 2. അപ്പോൾ ദാറ്റ് ഈസ് ഓം പി ഈക്വൽ ടു എന്തെന്ന് വരും? 2 tan π/4. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 2 radians/second ആണ്. ഓക്കെ, അപ്പോൾ ഓം പി എത്രയാണ്? 2. അപ്പോൾ നമുക്ക് ഓം സി എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഓം സി ഈസ് ഈക്വൽ ടു 2/1 എന്ന് പറയുമ്പം 2 radians/second എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? എച്ച് ഓഫ് എസ് എൻ അല്ലേ നമ്മൾ കിട്ടിയത്. എച്ച് ഓഫ് എസ് എൻ എന്തായിരുന്നു? 1/SN² പ്ലസ് √2SN+1 ആണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ നോർമലൈസിനെ എന്താക്കി മാറ്റണം? സാധാരണ ലോ പാസ് ഫിൽറ്ററാക്കി മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓം സിക്ക് പകരം നമ്മൾ എന്തായിരുന്നു അവിടെ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ? ദാറ്റ് ഈസ് വി ആർ റീപ്ലേസിങ് എസ് ബൈ ഓം സി. അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് SN ഇസ് ഈക്വൽ ടു എന്തെന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എസ് ബൈ ഓം സി എന്നാണ്. സോ ദാറ്റ് ബിക്കംസ് 1/S ബൈ ഓം സി. ഇവിടെ ഓം സിയുടെ വാല്യൂ എത്രയാണ്? 2 ഹോൾ സ്ക്വയർ പ്ലസ് √2 × S/2 + 1 എന്ന് വരും. ഓക്കെ, 1/S/2. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ബിക്കംസ് 1/S²/4 പ്ലസ് √2S/2 + 1 അല്ലേ. ഇനി ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? സോ ദാറ്റ് ഇക്വേഷൻ ബിക്കംസ്, നിങ്ങൾ ചെയ്താൽ മതി, അപ്പോൾ കിട്ടും 4/S² പ്ലസ് ഇതിൻ്റെ LCM എടുക്കുമ്പം നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ്, ഇത് ഞാൻ ഷോർട്ടൻ ചെയ്തിട്ടുള്ള ആൻസറാണ്, 2.828 S+4. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോണേ. ഇത് ആ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. സോ ദാറ്റ് ബിക്കംസ് 4/S² പ്ലസ് 2.828 S+1 എന്ന് തോന്നും. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ എച്ച് ഓഫ് എസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റെപ്പ് 3. ടി ഓൾറെഡി സെക്കൻഡ് ഉണ്ടല്ലോ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് എച്ച് ഓഫ് ഇസഡ്. എച്ച് ഓഫ് ഇസഡ് കാണാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ? 2/t × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് എസ്സിന് പകരം എന്ത് കൊടുക്കണം? 2/t × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ്. അപ്പോൾ അത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് ഇസഡ് കിട്ടും. ഇനി അതാണ് ചെയ്യാൻ. അപ്പം ദാറ്റ് ഈസ് എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? എച്ച് ഓഫ് എസ് അറ്റ് S is equal to 2/t × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് അല്ലേ. ഇപ്പം നമുക്ക് എന്താണ് എച്ച് ഓഫ് എസ് കിട്ടിയത്? നമ്മുടെ എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 4/S² പ്ലസ് 2.828 S+4 എന്നല്ലേ ആൻസർ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? 4 ഡിവൈഡഡ് ബൈ ടി. ഇവിടെ വാല്യൂ ക്വസ്റ്റിനിൽ കൊടുത്താണ് എത്രയാണ്? 1. സോ 2 × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് ഇതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 2.828 × 2 × 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് +4. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി ഇത് എന്ത് മാത്രം ചെയ്താൽ മതി? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും ഇൻറ്റു 1 - z ഇൻവേഴ്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2.828 × 2 into 1 - z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + z ഇൻവേഴ്സ് +4. ഇനി ഇതിൻ്റെ LCM എടുക്കണം.
അല്ലേ? ഇതിൻ്റെ LCM എടുക്കുമ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത്? 1 + Z ഇൻവേഴ്സ് അല്ലേ? സോ ദാറ്റ് ബിക്കംസ് സ്ക്വയർ അല്ലേ? സോ 1 + ഇത് മേളിലോട്ട് പോകില്ല. അപ്പോൾ എന്ത് വരും? Z ഇൻവേഴ്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 4 × 1 - Z ഇൻവേഴ്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2.82 × 2 ചെയ്യുമ്പം 5.656 ഇൻറ്റു പിന്നെ ഇവിടെ 1 - Z ഇൻവേഴ്സ് ഇൻറ്റു 1 + Z ഇൻവേഴ്സും കൂടെ വേണ്ടേ? കാരണം എന്താ ഡിനോമിനേറ്ററിൽ എന്താണ് 1 + Z ഇൻവേഴ്സ്. അപ്പം A + B × A - B എന്ന് പറയുമ്പോൾ എന്താ? A² - B². സോ ദാറ്റ് ഈസ് 1 - Z⁻² -2 പ്ലസ് 4 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൽ വരെ എന്ത് വരും? 4 × 1 + Z ഇൻവേഴ്സ് ദ ഹോൾ സ്ക്വയർ. ഇത്ര എഴുതിയാണ്. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് H(Z). ഞാൻ ഒന്നും കൂടെ ഈ സ്റ്റെപ്പുകളെല്ലാം ഒന്നും കൂടെ പറയാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു IARൻ്റെ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരുന്നത് യൂസിങ് ബൈലിയൻ. അപ്പോൾ ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ എടുത്ത് എഴുതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് കൊടുത്തേണ ഒമേഗ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസിയാണ്, അതായത് റേഡിയൻസ് പെർ സാമ്പിൾ. അപ്പോൾ ഞാൻ ആദ്യം അതിനനുസരിച്ച് ഈ പടം വരച്ചു. പടം എന്ന് പറയുമ്പം ഇവിടെ മാഗ്നിറ്റ്യൂഡ്, ഇവിടെ ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസിയുടെ റേഞ്ച് പറഞ്ഞാൽ 0, π/2, 3, π/4, π. അത് നോക്കി എഴുതി. അടുത്ത എന്താണ്? 1, 0.707, 0.2. ഇനി ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 0.707 വരെ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്? 0 to π/2. അപ്പോൾ അതിങ്ങനെ ചെയ്തു. അടുത്ത എന്താണ്? 3 π/4 to π. അപ്പോൾ 3 π/4 വാല്യൂ 0.2 നിന്ന് കുറഞ്ഞു പോകുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഇതെന്ന് പറയുന്നത് ωp ആണെന്നും ഇതിൽ നിന്ന് പറയുന്നത് ωs ആണെന്നും മനസ്സിലായി. ഇനി നമുക്ക് സ്റ്റെപ്പ് ചെയ്യേണ്ടതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓം കാണണം. അപ്പോൾ ഓം കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2/t × tan ω/2 ആണ്. അതായത് ഇവിടെ ഓം കാണാമെന്ന് പറഞ്ഞാൽ OMPയും കാണണം, OMSഉം കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റിൽ കൊടുത്തതിന് അനുസരിച്ച് 1/√1 + ε² = എന്തെന്നാണ് കൊടുത്തത്? 0.707ഉം 1/√1 + λ² എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ആണെന്നും കിട്ടി. ഇനി ωpയും ഉണ്ട്, ωsഉം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? OMSഉം കാണണം, OMPയും കാണണം. സോ ദാറ്റ് ഈസ് 2/t tan ωs/2 വെച്ച് ചെയ്തു. OMP tan ωp/2 അതും വെച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് OMSനും OPക്കും 2 ഇക്വേഷൻ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ OMS/OMPയുടെ റേഷ്യോ കണ്ടുപിടിച്ചു. അത് ഞാൻ പറയാം. ഇനി അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി മെയിൻ ഇക്വേഷൻ എന്താണ്? H(S). H(S) കാണണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഓർഡർ കാണണം. ഫിൽറ്ററിൻ്റെ ഓർഡർ കാണാനുള്ള ഇക്വേഷൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് αp αsഉം വെച്ചും ഒന്ന് എപ്സിലോണും ലാംഡയും വെച്ച്. ഇവിടെ ക്വസ്റ്റ്യനിൽ എപ്സിലോണും ലാംഡ ആയതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ എടുത്തു. അതായത് log of λ/ε ഡിവൈഡഡ് ബൈ log OMS/OMP. ഇത് കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1/√1 + ε² എപ്സിലോണും 1/√1 + λ² ഞാൻ എപ്സിലോണും ലാംഡയും കണ്ടുപിടിച്ചു. ഇനി എന്നിട്ട് ഇവിടെ ഓൾറെഡി OMS/OMP ഉണ്ട്. അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടി. ഇത് ഡെസിമൽ നമ്പറാണെങ്കിൽ നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. ഇനി എന്താണ് എൻ്റെ H(S). അപ്പോൾ നമുക്ക് 2 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ടേബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നോർമലൈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/SN² + √2SN+1 ഒരു ടേബിൾ ഞാൻ തന്നിട്ടുണ്ട് പഠിക്കാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ SN മാറ്റി നോർമൽ, അത് അൺനോർമലൈസ്ഡ് ലോ പാസ് ഫിൽറ്റർ ആക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണണം. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാൻ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് OMC = αp വെച്ചുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് αp ഉണ്ട്. അപ്പോൾ നമുക്ക് αp അറിയില്ല. അതിന് പകരം നമുക്ക് എന്തറിയാം? എപ്സിലോൺ അറിയാം. അപ്പോൾ എപ്സിലോണും αpയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എപ്സിലോൺ എന്ന് പറയുന്നത് √10⁻⁴ αp - 1 ആണ്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. OMC = OMP/ε1/n. ഇനി എന്ത് ചെയ്യണം? എപ്സിലോൺ ഇവിടെ കണ്ടുപിടിക്കുക. എപ്സിലോൺ ഓൾറെഡി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ OMP കാണണം. OMP കാണാനും നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? OMC കാണണം. അപ്പോൾ OMC കാണാൻ OMC = കാരണം എപ്സിലോണിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് OMC = OMP എന്ന് വന്നു. OMP എന്ന് പറഞ്ഞാൽ 2/t tan ωp/2. ωp ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തപ്പോൾ π/4 എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ωp എന്ന് പറയുന്നത് OMP എന്ന് പറഞ്ഞാൽ 2 radians/second വന്നു. ഇനി ഇത് H(SN) ആണ്. ഇനി നമുക്ക് H(S) കാണണമെങ്കിൽ, അതായത് H(S) കാണണമെങ്കിൽ എന്ത് ചെയ്യണം? SN വരെ എന്ത് റീപ്ലേസ് ചെയ്യണം? S/OMC എന്ന് റീപ്ലേസ് ചെയ്യണം. ഇവിടെ SN എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ S എന്ന് പറയുന്നത് OMC എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പോൾ ഈ SNൻ്റെ പൊസിഷനിൽ ഞാൻ എന്ത് കൊടുത്തു? S/2 എന്ന് കൊടുത്തു. എന്നിട്ട് അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ H(S) കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്താണ് H(Z). H(Z) കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ദാറ്റ് ഈസ് 2/t × 1 - Z ഇൻവേഴ്സ് ഡിവൈഡ് ബൈ 1 + Z ഇൻവേഴ്സ്. അതായത് എവിടെയാണോ S കാണുന്ന ആ Sന് അവിടെ ഈ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുക. അതാണ്. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഞാൻ ആ S കണ്ടെടുത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി Sന് പകരം ഞാൻ 2 × 1 - Z ഇൻവേഴ്സ് ഡിവൈഡ് ബൈ 1 + Z ഇൻവേഴ്സ് കൊടുത്ത് ഫൈനലി എനിക്ക് ആൻസർ കിട്ടി. സോ ദിസ് ഇസ് ദ H(Z). ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.